പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ പേജ് നമ്പർ 34 ആണ്. അതായത് ട്രാൻസിഷൻ എലമെൻസിനെ കുറിച്ചാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ നോക്കാം. ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ 10 ഗ്രൂപ്പ്സ് ഫ്രം ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ എന്താ ഈ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ അല്ലേ കുറേ ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു. ദെൻ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയും പഠിച്ചു അല്ലേ, ഗ്രൂപ്പ് നമ്പർ കാണാൻ വേണ്ടിയൊക്കെ. ഇനി അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിലാണ് ഈ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ഫെമിലിയർ ടു യു? ലിസ്റ്റ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അല്ലേ, പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഓൾറെഡി 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ചില ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. നിക്കൽ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, അയൺ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് വരുന്നതാണ്. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഫ്രം വിച്ച് പീരിയഡ് ഓൺവേർഡ്സ് ക്യാൻ യു ലൊക്കേറ്റ് ദ ട്രാൻസിഷൻ എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? നമുക്ക് ആ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, 4th പീരീഡ് മുതലാണ് ട്രാൻസിഷൻ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2 ആർ ജനറലി മോർ മെറ്റാലിക് ഇൻ നാച്ചർ ആൻഡ് ആർ പ്ലേസ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അല്ലേ, നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, അതായത് ലെഫ്റ്റ് സൈഡുള്ള 2 ഗ്രൂപ്പുകളും കൂടുതലും മെറ്റാലിക് ക്യാരക്ടറുള്ള ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ മെറ്റാലിക് നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത്. Meanwhile, the elements from group 13 to 18 are placed on the right side of the periodic table and are generally less metallic in nature. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ വലത് ഭാഗത്തുള്ള റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെൻറ്റ്സ് ലെസ് മെറ്റാലിക് നാച്ചുറലാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. The transition elements lie in between the more metallic elements and the comparatively less metallic ones. അതായത് ഈ മെറ്റാലിക് ക്യാരക്ടർ കൂടിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ് ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും. അതിൻ്റെയും ഈ റൈറ്റ് സൈഡിൽ വരുന്ന സമയത്തുള്ള എലമെൻറ്റ്സിന് മെറ്റാലിക് ക്യാരക്ടർ കുറവാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ആര് കാണപ്പെടുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇനി അവിടെ ഒരു ബോക്സ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ എലമെൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് 3 അപ് ടു ഗ്രൂപ്പ് 12 ആർ നോൺ ആസ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതായത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻറ്റ്സിനാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവ ഈ പേരിൽ അറിയപ്പെടാൻ കാരണം എന്നാണ് പറയുന്നത്. ബിക്കോസ് ദേ ഇൻഡിക്കേറ്റ് എ റെഗുലർ ചേഞ്ച് ഓർ ട്രാൻസിഷൻ ഫ്രം മോർ മെറ്റാലിക് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 2 ടു ലെസ് മെറ്റാലിക് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13. അതായത് അവയ്ക്ക് ആ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെഗുലർ ചേഞ്ച് ഉണ്ട്. മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന്, മെറ്റാലിക് ക്യാരക്ടർ കൂടിയതിൽ നിന്ന് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന എലമെൻറ്റ്സിന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. ദെൻ റൈറ്റ് സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് 13 മുതലുള്ള എലമെൻറ്റ്സിന് മെറ്റാലിക് ക്യാരക്ടർ കുറവുമാണ്. അപ്പോൾ ഈ മെറ്റാലിക് ക്യാരക്ടർ കൂടിയതിൽ നിന്ന് അത് കുറഞ്ഞ് വന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കുള്ള ഒരു ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. ആ ചേഞ്ച് നടക്കുന്നത് സെൻട്രലിലുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ വെച്ചിട്ടാണ്. കാരണം ഫസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും, ദെൻ അത് കുറഞ്ഞ് വന്ന് റൈറ്റ് സൈഡ് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടർ വളരെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് അവിടെ കാണുന്നത്. ആ ഒരു ചേഞ്ച് നടക്കുന്നത് ഈ ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അവിടെ. അതുകൊണ്ടാണ് അവ ട്രാൻസിഷൻ മെറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഫ്യൂ എലമെൻറ്റ്സ് ഇൻ ദ 4th പീരീഡ് ഈസ് ഗിവൺ ബിലോ. അവിടെ ഒരു ടേബിളിൽ 4th പീരീഡിലുള്ള എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ആ ടേബിൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് പൊട്ടാസ്യം 19 ആണ് ആറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് 20 കാൽസ്യം 2882. ദെൻ 21 സ്കാൻഡിയമാണ് 2892 ആണ്. ദെൻ 22 ആണ് ടൈറ്റാനിയം വരുന്നത് 28102. ദെൻ 23 വനേഡിയം 28112. It is evident from the table that in the element of group 1 and 2 the electron is being added to the last shell. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന്
ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും എലമെൻസിലൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് വീണ്ടും ഇലക്ട്രോൺ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ഇലക്ട്രോൺ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുറമെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, അതായത് 20 കാൽസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2882 ആണ്. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് എലമെൻറ്റ് സ്കാൻഡിയത്തിൻ്റെത് വരുന്നത് 2892 ആണ്. അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലല്ല ഇവിടെ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത്. അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എല്ലാത്തിൻ്റെയും പൊട്ടാസ്യം ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് കാണപ്പെടുന്നത്. അപ്പോൾ വീണ്ടും ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഫില്ലിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി വരുന്നത് അല്ലേ. കാൽസ്യത്തിൽ തേർഡ് ഷെല്ലിൽ 8 ആണെങ്കിൽ സ്കാൻഡി എത്തുമ്പോൾ 9 ആണ്, ദെൻ 10 ആയിട്ട് മാറുന്നുണ്ട്, ദെൻ 11 ആയിട്ട് മാറുന്നുണ്ട്. അവിടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സെയിം ആണ്, 2 ആണ്. അതാണ് ഈ ടേബിളിൽ. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്, ഹൗവർ ഇൻ ഗ്രൂപ്പ് 3 and 4 and 5 ഇലക്ട്രോൺസ് ആർ ബീങ് ആഡഡ് ടു ദ പെനൾട്ടിമേറ്റ് ഷെല്ല്. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലാണെന്ത് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ഷെല്ലിന് പറയുന്ന പേരാണത് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ എക്സാമിൻ വെദർ ദ സെയിം പാറ്റേൺ ഈസ് ഫോളോഡ് ഇൻ ഗ്രൂപ്പ് 6 to 12. അപ്പോൾ 6 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലും ഇത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻ 10 ഗ്രൂപ്പ്സ് ഫ്രം ഗ്രൂപ്പ് 3 to 12 ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിഷൻ എലമെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻറ്റിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണെന്നാണ് ഇവിടെ പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. അതായത് അല്ലേ, നമുക്കറിയാം 3, 4, 5 എന്ന് പറഞ്ഞത് ടേബിൾ 2.9 കൊടുത്തിട്ടുണ്ട്. തേർഡ് ഗ്രൂപ്പിൽ, ഫോർത്ത് ഗ്രൂപ്പിൽ, ഫിഫ്ത്ത് ഗ്രൂപ്പിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. You have learned that the elements in the same group show similarity in property. നമുക്ക് ഓൾറെഡി അറിയാം, എന്താ ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇനി ജനറലി ട്രാൻസിഷൻ മെറ്റൽസ് ഓൾസോ ഷോ സച്ച് സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും അതേപോലെ 13 to 18 ഗ്രൂപ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ. അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ലെറ്റസ് എക്സാമിൻ വെദർ ദ എക്സിബിറ്റ് എനി പെക്യുലാരിറ്റി അലോങ് പീരീഡിൽ ഇവരെന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡു ദേ ഹാവ് എനി പെക്യുലാരിറ്റി ഇൻ ദി നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ആ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ടേബിൾ 2.9 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പീരീഡിൽ, അതായത് ഈ പീരീഡിലൊക്കെ കാണപ്പെടുന്ന ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ് അല്ലേ. ദ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ സെയിം എന്ന് എഴുതുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. Usually, transition elements in the same period have the same number of outermost electron. Hence, they show similarities in properties along a period too. അല്ലേ, ബാക്കി എലമെൻറ്റ്സ് ഒക്കെ ഗ്രൂപ്പിലാണ് സിമിലാരിറ്റി കാണിക്കുന്നതെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പിലും പീരീഡിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. കാരണം ഗ്രൂപ്പിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ടാണ് ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പീരീഡിലും സെയിം എലമെൻ്റാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും. ഇവിടെ ഒരു യു ഹാവ് സീൻ കളേർഡ് കെമിക്കൽസ് ഇൻ യുവർ ലാബിലെ, നിങ്ങൾ ലാബിൽ നമുക്ക് ഒരുപാട് കളേർഡ് കോമ്പൗണ്ട്സിനെ കാണാൻ പറ്റും അല്ലേ. കോപ്പർ സൾഫേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ പിങ്ക് കളറൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിന് നിങ്ങൾക്കറിയാം. എക്സാമിൻ ദ കെമിക്കൽ ഗിവൺ ഇൻ ദ ടേബിൾ, ഫൈൻഡ് ദെയർ മോളിക്കുലർ ഫോർമുല ആൻഡ് ഐഡൻറ്റിഫൈ ദെയർ കളേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് പോവാം അല്ലേ. നിക്കൽ സൾഫേറ്റിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NiSO4 ആണ്. അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ഗ്രീൻ. ദെൻ കോപ്പർ സൾഫേറ്റിൻ്റെ CuSO4 5H2O, അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ദെൻ കാൽസ്യം കാർബണേറ്റ് CaCO3, അതിൻ്റെ കളർ വൈറ്റ് ഓർ കളർലെസ് എന്ന് പറയാം. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് പേർപ്പിൾ കളറാണ്. ദെൻ കൊബാൾട്ട് നൈട്രേറ്റ് CONO3 ട്വൈസ് ലൈറ്റ് ഗ്രീൻ കളറാണ്. ദെൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 റെഡിഷ് ഓറഞ്ചാണ് കളറ്. ദെൻ ഫെറസ് സൾഫേറ്റ്
FeSO4 ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ആ ബോക്സിൽ മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ കളേർഡ് കോമ്പൗണ്ട്സ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കോമൺ ആയിട്ടും കളേർഡ് കോമ്പൗണ്ട് ഒക്കെ കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ട്രാൻസിഷൻ എലിമെൻറ്റിനാണ് ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഒക്കെ നൽകുന്നത്. ഈ ബോക്സ് നല്ലപോലെ പഠിച്ചു വെക്കണം. ഈ ട്രാൻസിഷൻ എലിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോയിൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് 3 to 12 ആർ ട്രാൻസിഷൻ എലമെൻറ്റ്. അപ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെല്ല്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് അല്ലേ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിനാണ്. ജനറലി ദ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ് ആസ് വെൽ ആസ് പീരീഡ്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പീരീഡ്സിലും ഗ്രൂപ്പിലും എന്ത് കാണിക്കുന്നുണ്ട്? ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ദേ ആർ മെറ്റൽസ്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ദ ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കൂടുതലും ഇവർ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് നൽകുന്നത് അല്ലേ. കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന കോമ്പണൻസിലൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ടാവും? ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവും. ദെൻ നമ്മളെ പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന അല്ലേ 2 സെറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹാവ് യു നോട്ടീസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ 6th പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ? ആ പീരിയോഡിക് ടേബിളിൽ 6th പീരീഡിൽ ലാന്തനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ലാന്തനോയിഡ്സ് എന്നും 7th പീരീഡിലെ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ആക്ടിനോയിഡ്സ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നോക്കാം അവിടെ 2 ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന്. ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ലാന്തനം അല്ലേ, അറ്റോമിക് നമ്പർ 57 ആൻഡ് ദ 14 എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ്. എവിടെയാണ്? ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. സിമിലർലി ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ആക്ടീനിയം അറ്റോമിക് നമ്പർ 89 ആൻഡ് ദ 14 എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഇൻ ദ 7th പീരീഡ്. അപ്പോൾ അത് കാണപ്പെടുന്നത് ബിലോ ലാന്തനോയിഡ്സ് അല്ലേ, ലാന്തനോയിഡ്സിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൻ്റെ താഴെ എന്ന് പറയാം. ഇനി ആ ബോക്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻ ദ 6th പീരീഡ് ലാന്തനം ആൻഡ് ദ 14 എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഹാവ് ബീൻ അറേഞ്ച്ഡ് സെപ്പറേറ്റ്ലി അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. The elements from lanthanum to lutetium are known as lanthanoids. അതായത് 6th പീരീഡിൽ ലാന്തനത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിന് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ലാന്തനം മുതൽ ലൂട്ടീഷ്യം വരെയുള്ള ഈ എലമെൻസാണ് ലാന്തനോയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. In 7th period, actinium and the 14 elements following it have been given a separate position below lanthanoids. The elements from actinium to lawrencium are called actinoids. അതായത് 7th പീരീഡിൽ ആക്ടീനിയത്തിന് ശേഷം വരുന്ന ആക്ടീനിയവും അതിനുശേഷം വരുന്ന 14 എലമെൻസും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ അല്ലെങ്കിൽ ലാന്തനോയിഡ്സിൻ്റെ താഴെയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ അറിയപ്പെടുന്നത് ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ഈ 15 എലമെൻസ് ആക്ടിനോയിഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്. നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന എലമെൻറ്റ്സ് ആണ് ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അതുകൊണ്ട് തന്നെ ഇവ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാന്തനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റെയർ എർത്ത്സ്. ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറേനിയം ആർ മാൻമെയ്ഡ് എലമെൻറ്റ്സ്. അതായത് യുറേനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സ് മാൻമെയ്ഡ് എലമെൻറ്റ്സ് ആണ്. ദെൻ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലേ, പീരിയോഡിക് ടേബിളിലുള്ള പീരിയോഡിക് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ് ഷോ എ റെഗുലർ ചേഞ്ച് അല്ലേ. അതായത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിലും പീരീഡിലുള്ള സ്ഥാനത്തിനനുസരിച്ച് എലമെൻറ്റ്സ് ചില പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെഗുലർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മാറ്റുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് സൈസ് ഓഫ് ആറ്റം ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് അല്ലേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഗ്രൂപ്പിലും പീരീഡിലും ആറ്റത്തിൻ്റെ സൈസിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Though atoms are extremely minute particle, properties of an element are closely related to the size of its atom. അല്ലേ, നമുക്കറിയാം എന്താ ഒരു എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയോ മൈന്യൂട്ടാണെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ സൈസിന് വളരെയേറെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിലേറ്റബിൾ ആണെന്നാണ് പറയുന്നത്.
ദ സൈസ് ഓഫ് ആൻ ആറ്റം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അറ്റോമിക് റേഡിയസ് അല്ലേ. ഒരു ആറ്റത്തിൻ്റെ സൈസ് അറ്റോമിക് റേഡിയസിൻ്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺ. അതായത് അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിലേക്കുള്ള ദൂരമാണ് എന്ത് പറയുന്നത്, അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ 2 ഫാക്ടേഴ്സ് അല്ലേ. ആറ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജും ആൻഡ് ദെൻ രണ്ടാമത്തെ പോയിൻ്റ് നമ്പർ ഓഫ് ഷെല്ലും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ദ നമ്പർ ഓഫ് ഷെൽസ്. ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 2.11. അതിൽ കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പിൽ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും സിമ്പിൾ ഉണ്ട്, അറ്റോമിക് നമ്പർ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, ദെൻ നമ്പർ ഓഫ് ഷെൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ലിഥിയത്തിന് 2 ഷെല്ലാണുള്ളത്, സെക്കൻഡ് എലമെൻറ്റ് സോഡിയത്തിന് 3 ഷെല്ലുണ്ട്, പൊട്ടാസ്യത്തിന് 4 ഷെല്ല്, ദെൻ റൊബീഡിയത്തിന് 5 ഷെല്ലാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പിലുള്ള ഒരു ട്രെൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഷെല്ലിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയല്ലേ ചെയ്യുന്നത്, 2, 3, 4, 5 ആയിട്ട് മാറുന്നുണ്ട്. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽ ഓൺ മൂവിങ് ഡൗൺ ഇൻ ദ ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണത്തിൽ എന്ത് ചേഞ്ചാണ് കാണപ്പെടുന്നത്, ഇൻക്രീസസ്. ദെൻ ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽ ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ആറ്റം. അതായത് ആറ്റത്തിൻ്റെ ഷെൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസിന് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നാണ് ചോദിക്കുന്നത്. വെൻ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ് സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. അതായത് ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആറ്റത്തിൻ്റെ സൈസ് കൂടാതെ നമുക്കറിയാമല്ലോ അല്ലേ. ഒരു ഷെല്ലുള്ളതിനേക്കാളും എത്രയോ വലുതായിരിക്കും രണ്ട് ഷെല്ലുള്ള, അതിനേക്കാളും വലുതായിരിക്കും 3 ഷെല്ലുള്ള. അപ്പോൾ ആറ്റത്തിൻ്റെ ഷെല്ലിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്യും. ദെൻ ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൽ ഉള്ള ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെ നമ്പർ ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജും കൂടും. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ അറ്റോമിക് നമ്പർ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാട്ട് ഹാപ്പൻ ടു ദ ന്യൂക്ലിയർ ചാർജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജിന് എന്താ സംഭവിക്കുക, അറ്റോമിക് നമ്പർ കൂടുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. സോ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വെൻ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. Then with the increase in nuclear charge, the force of attraction between the nucleus and the outermost electron increases. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുമെന്നാണ് പറയുന്നത്. ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് സംഭവിക്കും, ഇൻക്രീസസ്. അതൊരു ബോക്സായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആകെ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ ഇവിടെ പഠിക്കാനുള്ള ബോക്സിലുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഓർഡറിൽ ടെക്സ്റ്റ് അങ്ങനെ വായിച്ചു പോയാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് അല്ലേ. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഓവർകം ബൈ ദ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഷെൽ ആൻഡ് ഹെൻസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. അതായത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ മേലുള്ള അട്രാക്ഷൻ കൂടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓളിനോളായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം അല്ലേ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഗ്രൂപ്പിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. അതെല്ലാ ഗ്രൂപ്പിലും അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഇനി ഈ പീരീഡിലുള്ള ട്രെൻഡ് എന്താണെന്ന് നോക്കാം. പീരീഡിലുള്ളൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ആ പീരീഡിൽ ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാം. ടേബിൾ 2.12 ലിഥിയം കൊടുത്തിട്ടുണ്ട്. ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.1 ആണ്. ദെൻ ബെറിലിയം 2.2 ആണ്, ബോറോൺ 2.3, കാർബൺ 2.4, നൈട്രജൻ 2.5, ഓക്സിജൻ 2.6, ദെൻ ഫ്ലോറിൻ 2.7 അല്ലേ. അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇവിടെ എത്ര ഷെല്ലുണ്ട്, 2 ഷെല്ലാണ് എല്ലാത്തിലും കാണപ്പെടുന്നത് അല്ലേ. അതായത് സെയിം പീരീഡിൽ വരുന്ന എലമെൻ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും എന്തായിരിക്കും, നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് അലോങ് ദ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത്
പീരീഡിൽ ഇടത്തു നിന്ന് വെള്ളത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചത്. നോ, ദർ ഇസ് നോ ചേഞ്ച്. ഡസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? യെസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഓൺ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽ. അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാൻ കാരണം അവിടെ നിങ്ങൾക്കറിയാം എന്താ, ഓരോന്നിലും ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ. ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റോമിക് നമ്പർ കൂടും, അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിയാൽ ന്യൂക്ലിയർ ചാർജും കൂടും. ഇതിൽ കണ്ടോ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 1 2 2 എന്ന് പറഞ്ഞ ഓരോന്ന് ഇലക്ട്രോൺ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല. ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ അല്ലേ, സെക്കൻഡ് ഷെല്ലിൽ വീണ്ടും ഇലക്ട്രോണുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പീരീഡ് ആയതുകൊണ്ട് സെക്കൻഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഓൺ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെല്ല്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഷെല്ലിൻ്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ടുവേഴ്സ് ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ? അതായത് ഈ ലിഥിയത്തിലും 2 ഷെല്ലാണ് കാണപ്പെടുന്നത്, ഫ്ലൂറിലും 2 ഷെല്ലാണ് കാണപ്പെടുന്നത്. പക്ഷേ ലിഥിയത്തിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ലിഥിയത്തിനേക്കാളും കൂടുതലായിരിക്കും ആർക്ക്? ഫ്ലൂറിന്. അപ്പോൾ പീരീഡിൽ അടുത്ത് നിന്ന് വെള്ളത്തോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ മേലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ആർക്കാണോ ഉള്ളത് ആ ഒരു എലമെൻറ്റിന് എന്ത് ചെയ്യുക? കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ മേലെയുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ, വാട്ട് ഹാപ്പൻ ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ടുവേഴ്സ് ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ? അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ പേരുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ സൈസ് ഓഫ് ദി ആറ്റം? ഡിക്രീസസ്. അതായത് പീരീഡിൽ ഇടത്ത് നിന്ന് വെള്ളത്തോട്ട് പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടി വരികയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഉള്ളിലേക്ക് വലിക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലായിരിക്കും? പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നതിനനുസരിച്ച്. അപ്പോൾ പീരീഡിൽ ഏറ്റവും റൈറ്റ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റിനായിരിക്കും എന്ത്? ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതൽ. അതപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് വലിക്കുന്നത് കൊണ്ട് തന്നെ ആറ്റോമിക് സൈസ്, ആറ്റത്തിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുക ചെയ്യുക. അതാണ് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ ബോക്സിലുള്ളതാണ് പഠിക്കേണ്ടത്. മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അല്ലേ, ഷെല്ലിൻ്റെ എണ്ണത്തിൽ ഒരു മാറ്റമില്ല. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ന്യൂക്ലിയസിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ മേലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഹെൻസ് ദ സൈസ് ഓഫ് ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. യു ഹാവ് സീൻ ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. അല്ലേ, അപ്പോൾ ഗ്രൂപ്പിലും പീരീഡിലുള്ള ആറ്റത്തിൻ്റെ സൈസ് നമുക്കറിയാമല്ലോ. ഗ്രൂപ്പിൽ പിന്നെ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുക. ആ 2 പോയിൻറ്റ് നല്ലപോലെ ഓർത്ത് വെക്കണേ. ഇഫ് സോ, വെർ ക്യാൻ യു ലൊക്കേറ്റ് ദ കമ്പാരിറ്റീവ്ലി ബിഗർ ആറ്റം ഇൻ ദ പീരിയോഡിക് ടേബിൾ? അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും വലിയ ആറ്റം എവിടെ കാണുന്നതായിരിക്കും? അല്ലേ, ബോട്ടം ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്ന എലമെൻ്റ് ആയിരിക്കും ഏറ്റവും വലിയ എലമെൻറ്റ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിൽ പീരീഡിൽ, കാരണം റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞ് വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഏതൊരു ഗ്രൂപ്പിലും താഴെ വരുന്ന ആറ്റമായിരിക്കും ആ ഗ്രൂപ്പിൽ ഏറ്റവും വലുത്. ദെൻ ആ പീരീഡിലുള്ള ട്രെൻഡ് നോക്കുന്ന സമയത്ത് വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വലിപ്പം കുറഞ്ഞ് വരും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെയുള്ള എലമെൻ്റ് ആയിരിക്കും എന്ത്? ഏറ്റവും വലുത്. ദെൻ വേർ ആർ ദ സ്മോളർ ആറ്റംസ് ലൊക്കേറ്റഡ്? ഏറ്റവും ചെറിയ ആറ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അല്ലേ, റൈറ്റ് സൈഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ്. അതായത് ടോപ്പിൽ ഫസ്റ്റ് പീരീഡിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലാണ് ഏറ്റവും ചെറിയ ആറ്റം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും എന്ത്? റൈറ്റ് സൈഡിലുള്ള ആറ്റം. മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. The size of an atom decreases on moving from left to right along a period. You will learn about periodic trends such as ionization energy, electronegativity, etc. in the next unit. അതായത് നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇവിടെ അറ്റോമിക് സൈസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി അയണൈസേഷൻ എനർജിനെ കുറിച്ചും ഇലക്ട്രോനെഗറ്റിവിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കാമെന്നാണ് പറയുന്നത്. ഇതോടുകൂടി കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.